ശരി, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നേരിട്ടാണ് ചോദ്യം. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ നടക്കുന്നത്, കേരളം കഴിഞ്ഞ 4 കൊല്ലവും തൊട്ടു മുമ്പുണ്ടായ 5 കൊല്ലവും കൂടി 9 കൊല്ലം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്നത് തന്നെയാണ്. അതിൽ വേറെ ഒരു മറയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കേരള ഗവൺമെൻറ്റോ കാണിക്കുന്നില്ല. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ്. അക്ഷരങ്ങളും അക്കങ്ങളും നിരത്തിക്കൊണ്ട് കേരളം ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം എന്തൊക്കെ നേടി, ആ നേടിയ നേട്ടങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത് ഒരു കാണാമറയത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളും ശ്രമിക്കുന്ന കേന്ദ്രത്തിലെയും ഭരണകക്ഷികളും പ്രതിപക്ഷങ്ങളും എല്ലാം ചേർന്ന് നടത്തുന്ന പ്രചാരണത്തെ ഭംഗിയായി സമൃദ്ധമായി നേരിടേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുത്തിട്ടുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത് ഇന്നതാണെന്ന് അതിൻ്റെ യഥാർത്ഥ യജമാനന്മാരായ ജനങ്ങളെ അറിയിക്കാനുള്ള ചുമതല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനുമുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ആ മുതിരുന്ന ഗവൺമെന്റ് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അക്കങ്ങളും അക്ഷരങ്ങളും കൃത്യമായി കുറിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയാണങ്ങ്. പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ 70 കോടിയോ? ഇടതുപക്ഷ സർക്കാരല്ലേ? മുഖ്യമന്ത്രിയുടെ കൂറ്റൻ ഹോർഡിങ്സ് 500 എണ്ണം പ്രദർശിപ്പിക്കാൻ 15,63,00,000. ഈ പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ 10 ലക്ഷം വേറെയാണ്. ഇത് എവിടെ കൊണ്ടിട്ട് ഡിസൈൻ? സ്വർണത്തിലാണോ ഡിസൈൻ ചെയ്തത്? അതെല്ലാം പോട്ടെ. വാഹന പ്രചരണത്തിന് 3,30,00,000. LED ഡിജിറ്റൽ വാൾ, LED ഡിജിറ്റൽ ബോർഡ്, KSRTCയിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പരസ്യം പതിപ്പിക്കാൻ കോടി. അതെല്ലാം പോട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ദുബായിലും ഖത്തറിലും വിമാനത്താവളങ്ങളിൽ പരസ്യം നൽകാൻ 3 കോടി. കണക്കുണ്ട്, 3 കോടി, 3 എന്ന അക്കമുണ്ട്, കോടി അക്ഷരത്തിലുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പം എന്ന് അവകാശപ്പെടുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതോ എന്ന ചോദ്യത്തിൽ തന്നെ അങ്ങ് പറഞ്ഞ ഉത്തരങ്ങൾ ശിഥിലമാകും. ഒരിക്കലുമില്ല. ഒരിക്കലും ഇക്കാര്യത്തിൽ അടിസ്ഥാന വർഗത്തിനോടുള്ള അവരെ ഏതെങ്കിലും തരത്തിൽ മാർജിനലൈസ് ചെയ്തിട്ടുള്ള സമീപനമല്ല. അടിസ്ഥാന വർഗത്തിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എത്തിക്കുവാൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ദുബായും ഖത്തറും ഇപ്പോൾ എടുത്തു നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളാണ് അവിടുത്തെ കൂടുതലായിട്ടുള്ള ജനസംഖ്യയിൽ കാണാൻ സാധിക്കുക എന്നതാണ് ഒരു വസ്തുത. ഞാൻ പറയുന്നത് അരിത്തമെറ്റിക്കലി ശരിയാകണമെന്നില്ല. പക്ഷേ മഹാഭൂരിപക്ഷവും മലയാളികൾ നിവസിക്കുന്ന, മലയാളത്തിൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി തൊഴിൽ തേടി പോയിട്ടുള്ള ആളുകളോട് അവരെല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടാകും. അവരെല്ലാ ദിവസവും ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടാകും. പരാതിയായോ അല്ലാതെയോ വീട്ടിലുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും. സാർ, പിന്നെ എന്തിനാണ് വിമാനത്താവളങ്ങളിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു വയ്ക്കുന്നതെല്ലാം? എന്തിനാണ് ഇങ്ങനെ കോടികൾ വെറുതെ ചെലവഴിക്കുന്നതെന്നാണ് ചോദ്യം. ചെലവാക്കുന്നത് സർക്കാരായിരിക്കാം, പക്ഷേ അത് ആരുടെ പണമാണ്? അതെ, അതിന് എൻ്റെ കൗണ്ടർ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കൗണ്ടറാണ്. കാരണം ഇത് നമുക്ക് ഡൽഹിയിലേക്കും കൂടി ഒന്ന് നോക്കിക്കൂടെ? അവിടെയൊക്കെ കാണുന്നില്ലേ ചിലയിടങ്ങളിലൊക്കെ? ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്യാവശ്യമായും ആവശ്യമായും ഒരു ഭരണകൂടം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെതായ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും ജനങ്ങളിലേക്ക്, യഥാർത്ഥ യജമാനന്മാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചുമതല അതത് സർക്കാരുകൾക്കുണ്ട്. അതത് സർക്കാരുകൾ അത് നിർവഹിക്കണം. തമിഴ്നാട്ടിലെ ഗവൺമെൻറ് നിർവഹിക്കണം, കർണാടകത്തിലെ ഗവൺമെൻറ് നിർവഹിക്കണം,
മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഗവൺമെന്റ് നിർവഹിക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ ഭാരതത്തിലെ ഗവൺമെന്റും അത് നിർവഹിക്കണം. ആ നിർവഹണത്തിൽ കേരളം ഭരിക്കുന്നത് നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി പോയതുകൊണ്ട് ആളുകൾക്ക് അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. നിങ്ങളത് പറയണം. പറയേണ്ടവർ മുഴുവൻ അക്കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നതും നിങ്ങൾ പറയുന്നതും കേട്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ജന ടി വിയെ കുറിച്ചല്ല, ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നതും കേട്ട് യുക്തമായ ഒരു യഥാർത്ഥത്തിലുള്ള തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവരോട് ഈ വസ്തുതകൾ നമ്മൾ പറയുന്നതിനാവശ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതിന് മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്നതാണെങ്കിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ ഒരു ക്യാപ്റ്റൻ എന്ന ഒരു ശീർഷകത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ, ജനങ്ങളെ അറിയിക്കണ്ടേ? എന്തിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം? മാർഗനിർദ്ദേശം ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ ഹൃദയപക്ഷത്താണ് മുഖ്യമന്ത്രിക്ക് ഇടമെങ്കിൽ അവിടെ പതിച്ചിട്ടുണ്ടാകുമല്ലോ ആ മുഖം. പിന്നെ എന്തിനാണ് ഇങ്ങനെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ നിരത്തി കോടികൾ ചെലവഴിക്കുന്നത്? ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ്? ജനാധിപത്യ രാജ്യമാണിത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമുക്കറിയാമല്ലോ, 2026 ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഗവൺമെന്റ് ജനങ്ങളുടെ ജനവിധി തേടും. BJP മുന്നണിയായ NDA ജനവിധിക്ക് മുന്നിൽ പോകും. UDFന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF മുന്നിൽ പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ LDF എന്ന രാഷ്ട്രീയ സഖ്യത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർ അതിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള പരിശ്രമം നടത്തും. അത് നടത്തുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. അത് ഗവൺമെന്റിന്റെ ചെലവിലുമായിരിക്കും. ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ, ഗവൺമെന്റിന് ഇത്രയും കാലം നേടിയെടുത്തിട്ടുള്ള 9 വർഷക്കാലം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. അത് സർക്കാർ നിർവഹിക്കുന്നു എന്ന് കണ്ടാൽ മതി. ഈ കാര്യത്തെക്കുറിച്ച് ശരി, ജനങ്ങൾക്കെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടാകും. കാരണം പണം ചെലവാക്കുന്നത് സർക്കാരാണെങ്കിലും അത് ജനത്തിന്റെ നികുതി പണമാണ് എന്ന് ജനത്തിനറിയാം. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പറഞ്ഞു വെക്കാനുള്ളത്.